വെൽക്കം ബാക്ക് ടു അതേഴ്സ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ശബ്ദം ശരിയായി വരുന്നുള്ളൂ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ വിചാരിച്ചത്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ലുട്ടൂന് ക്ലാസ് ഇല്ല. അതുപോലെ അപർണ ഇന്ന് ലീവാണ്, പോയിട്ടില്ല. അഗി പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എന്തോ എടുക്കാൻ തോന്നിയില്ല. ഞാൻ നേരെ വൈകി എഴുന്നേറ്റ്. അപ്പോൾ ലുട്ടൂന് ക്ലാസ് ഇല്ലാത്ത സമയത്ത് സമയമായതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായി എഴുന്നേറ്റപ്പോൾ 8:30 അപ്പോൾ പിന്നെ ചടപടേന്നായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ പരിപാടികൾ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ once again welcome back to others vlogs. ഹലോ. അപ്പോൾ ഞാൻ എന്താ കാലത്തെ പരിപാടികളൊക്കെയാണ്. നൂൽപ്പിട്ടായിരുന്നു, ഇടിയപ്പം എന്നൊക്കെ പറയും ഓരോരുത്തരുടെ സ്ഥലത്ത്. അങ്ങനെ നൂൽപ്പിട്ടും അതിലേക്ക് തേങ്ങാപ്പാലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാൽ നൂൽപ്പിട്ടും കൂടി കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഉണ്ടാക്കിയത്. എനിക്ക് നൂൽപ്പിട്ടിൻ്റെ തേങ്ങാപ്പാൽ അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ അതാണ് എളുപ്പം എന്നതുകൊണ്ട് ഞാനും അത് ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ നൂൽപ്പിട്ടും ഒക്കെ നമ്മൾ സെറ്റാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ലുട്ടു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കഴിക്കാന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ടാസ്ക്കാണ്. സാറ്റർഡേ അത് എല്ലാ ദിവസവും കഴിക്കാൻ ടാസ്ക്കാണ്, പ്രത്യേകിച്ച് ലീവുള്ള ദിവസം കുറച്ചുകൂടി പതുക്കിയോ. അപ്പം ഞാനും അവനും തമ്മിൽ കുറേ വർത്തമാനം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കഴിച്ചങ്ങ് തീർക്കുക. കഴിക്കാൻ ലുട്ടു ഭയങ്കര സ്ലോ ആണ് കേട്ടോ, എത്ര ഇതായാലും ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഞാൻ അവനെ കൊണ്ട് കഴിപ്പിച്ച് ഞാൻ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവനോട് പറയും, നീ അത് ചെയ്യുക, ഇത് ചെയ്യുക. അതായത് അത്യാവശ്യം അവനെ കൊണ്ട് പറ്റാവുന്ന ക്ലീനിങ്ങൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കും. വെറുതെ ഒന്നുമില്ല. അപ്പോൾ മുഴുവൻ ഞാൻ തന്നെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ വിചാരിക്കും ഇത് അമ്മയുടെ മാത്രം ജോലിയാണെന്ന്. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് നീ പോയിട്ട് നിൻ്റെ ബെഡ് വൃത്തിയാക്കുക, അല്ലെങ്കിൽ നിൻ്റെ ബാഗ് വൃത്തിയാക്കുക, ഇരുന്ന സോഫ ഒന്ന് ക്ലീൻ ചെയ്യുക, അതൊക്കെ പറയും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവനതിപ്പോൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ചിലപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെ പോകും കേട്ടോ. പക്ഷെ എന്നാലും അത് നമ്മളതൊക്കെ ചെയ്യുമ്പോൾ അവനെക്കൂടും പിള്ളേരെ കൂടി കൂട്ടി നിർത്തി അങ്ങോട്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഇത് എല്ലാവർക്കും ചെയ്യാനുള്ള ജോലിയാണ്. സാറ്റർഡേ സ്പെഷ്യലായിട്ട് അമ്മ ചിക്കൻ കറിയാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചു വന്നായിരുന്നു. ചിക്കൻ കറി മെയ്ഡ് ബൈ അമ്മ. ഈ കളർ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള കളറായി മാറും. ചോറുണ്ട്, പിന്നെ ഇതാ ഈ മന്തി റൈസ് ഇന്നലെ രാത്രി വാങ്ങിയതാണ്. അതിൽ ഇച്ചിരി റൈസ് ബാക്കിയില്ല, അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അമ്മ പറയണേ, അമ്മ മാലയൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കല്ലേ എന്നാണ് അമ്മ പറയുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാണല്ലേ മാലയൊക്കെ ഇടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. മാലയുണ്ട്, കുളിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സാറ്റർഡേസ് അത്ര വേഗമൊന്നും കുളിക്കേണ്ട ആവശ്യമില്ല. സാറ്റർഡേസിലല്ല, ഞാൻ എല്ലാ ദിവസവും പതുക്കെയാണ് കുളിക്കാറ്. നമുക്ക് ഇങ്ങോട്ട് ജോലിക്കൊന്നും ഇപ്പം പുറത്തേക്കൊന്നും പോകേണ്ട അത്യാവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യാം. അതിനുള്ളൊരു ഇപ്പം നമുക്ക് അതിനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ കത്തിയടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു കൊറിയർ വന്നത്. കൊറിയർ വന്നപ്പോൾ കൊറിയർ ചേട്ടനെ ലിയോ ഓടിച്ചു. അപ്പം ഞാൻ എൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ വെള്ള കളറൊക്കെ മാറി ഇപ്പോൾ ഇതാ നല്ല അടിപൊളി സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ മേക്കിംഗ് ഞാൻ എടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? കാണുമ്പോൾ അടിപൊളി, സൂപ്പറാണ്. നമുക്ക് കഴിക്കുമ്പോൾ ബാക്കി വിശേഷം ഞാൻ പറയാം. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കൊന്ന് പുറത്ത് പോകണം. ഇവിടെ അടുത്തൊരു സെൻറ്റർ വരെ പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ലുട്ടും ഉണ്ട്, അപ്പം ലുട്ടും വരുന്നുണ്ട്. പിന്നെ അപർണ വന്നിട്ടുണ്ട്, അപർണയുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി സ്കൂട്ടറിൽ പോകാം എന്നാണ് വിചാരിച്ചത്. പിന്നെ നേരത്തെ കൊണ്ടുവന്ന ആ കൊറിയറിൽ ഒരു ലിപ് ഷെയ്ഡായിരുന്നു. ആ ലിപ് ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ലതല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ലുട്ടൂന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറെ മേക്കപ്പ് ചെയ്ത് ഈ കണ്ണിൻ്റെ കണ്ടോ ഇങ്ങനെയൊക്കെ അത് ഞാൻ ഇന്നലെ ഇട്ടതാണ്, അത് പോയിട്ടില്ല, ഞാൻ കുളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ എന്തോ ഇതിനൊക്കെ ഒരു മൂഡ് വേണം. അപ്പം ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പോകുന്നു. അപ്പോൾ പുതിയ ലിപ്സ്റ്റിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു, ഇട്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ബൈ.
അല്ല ലിയോൻ്റെ ഏറ്റവും ഫേവറേറ്റ് പരിപാടിയാണ് ഇങ്ങനെ മലന്ന് കിടക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് അതിങ്ങനെ മലന്ന് ലിയോ ഇവിടെ നോക്കി നോക്കട്ടെ മേം നമുക്ക് അത്ര കണ്ടോ ഇതിങ്ങനെ ചൊറിഞ്ഞ് കിടത്താൻ അവൻ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും കിടക്കും. കണ്ടോ എന്തൊരു സന്തോഷം സുഖം. അവന് ഏറ്റവും ഫേവറേറ്റ് ആണ് ഇങ്ങനെ മലന്ന് കിടത്തി ചോദിപ്പിക്കുക. ഇങ്ങനെ കിടക്കണുണ്ടോ മുതലാളി. അല്ലെങ്കിൽ അയ്യോ എന്തൊരു സുഖം എന്തൊരു സുഖമാണ്. ശുഭദിനം ശുഭദിനം ശിബുദിനം പറഞ്ഞേ ശിബുദിനം. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങി കുറച്ച് ദിവസമായി. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വണ്ടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. വെച്ചാൽ അപ്പറിനെയാണ് വണ്ടി കൊണ്ട് പോവാറ്. പിന്നെ ഞാൻ അഗി കാറിൽ കൊണ്ടുവന്ന കാരണം ഞാൻ വണ്ടി എടുക്കുന്നത് ഭയങ്കര കുറവാണ്. വണ്ടി എടുത്തു. ഞാൻ അപ്പം ലുട്ടും ബാക്കിലിരുന്നു. ഞങ്ങളിവിടെ അടുത്തൊരു പൂവം എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്ററുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ചുറ്റും കാടാട്ടോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതാ ഞാൻ ഇവിടേക്കാണ് വന്നത്. ഒരു കുഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അപ്പം നമ്മളത് എടുക്കാനുള്ള കുറച്ച് പരിപാടിയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയാ പറയാം കേട്ടോ. അവിടെ അടുത്താണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഇതാ ഒരു ഹെയർ കളർ വാങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദാഹം. നിങ്ങൾക്ക് പുറത്ത് വന്നാൽ അപ്പം ദാഹിക്കും. ഈ അസുഖം നിങ്ങൾക്കുണ്ടോ? ഭയങ്കര ദാഹം വരും. അങ്ങനെ ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് വിചാരിച്ചത്, പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല, അടച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിൽ മിൽക്ക് കുടിക്കാൻ കയറി. ലുട്ടൂനാണെങ്കിൽ അവിൽ മിൽക്ക് എനിക്ക് ഇഷ്ടമല്ല, ചോക്ലേറ്റ് ഐസ്ക്രീം മതി തോന്നുന്നു. പക്ഷെ നോക്കുമ്പോൾ അവിടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇല്ല. അവിൽ മിൽക്ക് ആണെങ്കിൽ അവന് വേണ്ട. അപ്പോൾ ഞങ്ങൾ കുടിച്ചു. അവരോട് ചോദിച്ചപ്പോൾ 2 പ്രാവശ്യം വായ കാണിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിൽ മിൽക്കൊക്കെ കുടിച്ചു. വയറൊക്കെ അല്ല റിഫ്രഷ് വയറൊക്കെ. അങ്ങനെ ഞങ്ങൾ പോകുന്നപ്പോൾ അവിടെ കുറേ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ അതിൽ നിന്ന് പൈനാപ്പിൾ കൊടുത്തു. എനിക്ക് നെല്ലിക്കയാണ് ഇഷ്ടം. മാങ്ങയാണെങ്കിൽ അവിടെ സെറ്റായിട്ടുമില്ല. നമ്മൾ വ്ളോഗിലിടാം. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പുറത്തുള്ളൊരു കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഷോപ്പിൽ നിന്ന് ഒരു കളറിങ് സാധനം വാങ്ങിയായിരുന്നു. ഹെയർ കളറാണത്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇന്നത്തെ അത് പരിപാടി അതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്നാണ് വിചാരിക്കണം. എന്നിട്ട് വേണം ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ. അങ്ങനെ അപ്പം നമുക്കിന്ന് അതൊക്കെ കണ്ടാലോ. അപ്പോഴേക്കും അഗ്ഗി വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. മന്തി റൈസും നോർമൽ റൈസും ചിക്കൻ കറിയും ഒക്കെയായിരുന്നു. കഴിക്കുമ്പോൾ ലുട്ടുവിൻ്റെ പ്ലേറ്റ് അതാണ്. ലുട്ടു എപ്പോഴും ആ പ്ലേറ്റിലാട്ടോ കഴിക്കുക. അപ്പോൾ അഗ്ഗിയാണ് ലുട്ടുവിന് വിളമ്പി കൊടുക്കുക. കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കഴിക്കലിട്ടു ഈ വർത്താനം മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ലിയോ നമ്മുടെ സൈഡിൽ എങ്ങനെ ഇരിക്കും, എന്തെങ്കിലും ഇവിടെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവന് ഞങ്ങൾ ഇട്ട് കൊടുക്കും കേട്ടോ. ആ സമയത്ത് അവനും ഭക്ഷണം കഴിക്കും. അങ്ങനെ അടിപൊളി ചിക്കൻ കറി ആയിരുന്നു, ഒന്നും പറയാനില്ല. ചിക്കൻ കറി സൂപ്പറായിരുന്നു. പിന്നെ ഞാനും ലുട്ടു കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്കൂളിൽ നിന്നാണെങ്കിൽ പിള്ളേരെല്ലാവരും കൂടി കഴിക്കുമ്പോൾ അവനങ്ങ് കഴിക്കുന്നുണ്ടാകും. നമുക്കറിയില്ല, കാരണം പാത്രം മുഴുവനും കാലിയായിട്ടാണ് ഇങ്ങോട്ട് എത്താറ് കഴുകിയിട്ട്. അത് അവൻ്റെ ട്രിക്കാണോ എന്നറിയില്ല. അവൻ്റെ സ്കൂളിൽ എല്ലാവരും അങ്ങനെ. ലാൻസ് ഹലോ. അപ്പം നമ്മൾ ഇന്ന് ഹെയർ കളർ ചെയ്യാൻ പോവാണ്. ഈ അറ്റഭാഗം മാത്രമേ കളർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മൊത്തത്തിൽ കളർ ചെയ്ത് വൃത്തിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഞാനും അപർണയാണ് കളർ ചെയ്യുന്നത്. യെസ്, ലുട്ടു ഉണ്ടോ കളർ ചെയ്യാൻ? ലുട്ടു, നമ്മൾ കളർ വാങ്ങിയിട്ടുള്ളത് ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് കാണിച്ചു തന്നായിരുന്നു. സ്ട്രീക്കിൻ്റെ റെഡിഷ് ബ്രൗൺ ആണ് കളർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്വയം കളർ ചെയ്യാനാണ്. എന്താവോ എന്തോ. ഞാൻ ഒരു പ്രാവശ്യം കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, കഴിഞ്ഞാൽ മുമ്പത്തെ വർഷം. അതൊക്കെ പോയി, ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാ പറഞ്ഞാൽ ഇതിനുള്ളിൽ ഇത് അതിൻ്റെ കണ്ടീഷണറാണ്. ഇങ്ങനൊരു ബോക്സാണ് ഉണ്ടാവുക. ഈ ബോക്സിൻ്റെ വില എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഇതിൻ്റെ വില എന്തായിരുന്നു ഇവിടെ? 80 രൂപ. സ്ട്രീക്കിൻ്റെ ബോക്സാണ്, 80 രൂപ. ഇതൊന്നോ 2 ആൾക്ക് യൂസ് ചെയ്യുന്ന സാധനമാണെന്നാണ് തോന്നുന്നത്. ഇതിലൊരു ഡെവലപ്പർ ഉണ്ട്, സ്ട്രീക്കിൻ്റെ ഡെവലപ്പർ. ഇതിനൊക്കെ കുഞ്ഞൊരു ട്യൂബുണ്ട്, ഡെവലപ്പർ ഉണ്ട്. അവിടെ വെക്കേ. പിന്നുള്ളത് പിന്നുള്ളത് ഈ സ്ട്രീക്കിൻ്റെ കളർ ആൻഡ് ക്രീമാണ്. എൻറിച്ച്ഡ് വിത്ത് വാൾനട്ട് ആൻഡ് ഓർഗൻ ഓയിൽ. ഇതാണ് അത്. ഇത് രണ്ടുമാണ് ഉള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലല്ലാതെ ബ്രഷ് ഇല്ല, ബ്രഷ് 2 ഗ്ലൗസ് ഉണ്ട്. ഇങ്ങനത്തെ 2 ഗ്ലൗസ് ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആണോ അത് മുന്നാണോ ചെയ്യേണ്ടത്? കണ്ടീഷണറാണ്. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാനാണെന്നാണ് തോന്നുന്നത്. കണ്ടീഷണറാണ്. ഇതിലെ ഡയറക്ഷൻസ് ഫോർ യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കളറിൻ്റും ഡെവലപ്പറും 1:1 റേഷ്യോയിൽ ബൗളിൽ മിക്സ് ചെയ്യുക. പിന്നെ അപ്ലൈ മിക്സ്ചർ ഡ്രൈ ഹെയറിലേക്ക് ലീവ് 30 മിനിറ്റ്സ്. പിന്നെ ഹെയർ വാഷ് ചെയ്യുക. റൺസ് ക്ലിയർ ഷാമ്പൂ വിത്ത് മൈൽഡ് ഷാമ്പൂ ആൻഡ് അപ്ലൈ സ്ട്രീക്ക് ഷൈൻ ഓൺ കണ്ടീഷണർ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഇട്ടൊന്ന് മുടി കഴുകണം എന്നാണ്. എല്ലാം കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഇട്ട് കഴുകണം എന്നാണ്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം പരീക്ഷണങ്ങൾ. ലിയോ ഇരിപ്പുണ്ട്. ലിയോ, ഹെയർ കളർ ഇട്ട് കാണാതിരിക്കാനോ?
ആണോ ലിയോ ബേബിയാ എന്നെ മുന്നേ അപർണയുടെ മുടി ഒന്ന് വെട്ടാൻ പോവാണ്. ഞാനാണ് മുടി വെട്ടുന്നത്, ബ്യൂട്ടീഷ്യൻ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മുടി മുറിക്കുന്നത്. അപ്പോൾ സർവ്വ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ അവളോട് എത്ര വേണം എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അവൾ ഇത്ര മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ മുടി മുറിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. സംഭവം അത്രയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നില്ല, എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മിക്സ് ചെയ്യാൻ തുടങ്ങി. കളറൻറ്റും പിന്നെ ഒരു മറ്റേ ക്രീമും അതും കൂട്ടിയിട്ട് മിക്സ് ചെയ്തായിരുന്നു. ആ ക്രീമിൻ്റെ പേര് ഡെവലപ്പറും കളറൻറ്റും. യെസ്, അതും കൂടി മിക്സ് ചെയ്തു. ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ആയി. ഈ കളറായിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് തലയിലേക്ക് തേക്കും. ഫസ്റ്റ് എൻ്റെ ഞാനിവിടെ അപ്പം എൻ്റെ ചെയ്തിട്ട് 30 minutes ആയി. നമുക്ക് കുളിച്ചിട്ട് വരാം, അതായത് ഞാൻ കുളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ റിസൾട്ട്. ഓക്കെ, 15 minutes later. ഞാൻ കുളിച്ചിട്ട് വന്നു. പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ല. പഴയതിനേക്കാളും മുടി കളർ കൂടി, അതായത് കറുത്തോന്നൊരു സംശയം. പ്രത്യേകിച്ച് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. അത് കമ്പനി എനിക്കിങ്ങനെയാണ്. ഇനി നമുക്ക് അവൾക്ക് നോക്കാം. ഇങ്ങോട്ട് വാടി. ഇതൊരു ഇമ്മാതിരി പണിക്കൊന്നും ആരും നിൽക്കരുത്. ഇതെന്താ ഇത്? അവിടെ മുടിയുടെ കളർ മാറിയിട്ടോടാ. ഇപ്പൊ നന്നായിട്ട് കുറച്ചുകൂടി ഒക്കെ ബ്ലാക്ക് ആയിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് ബ്ലാക്ക് ആയിരുന്നില്ല. ഇതിപ്പോ പണി അറിയാൻ പാടില്ലാത്തതിന്റെ പ്രശ്നം തന്നെയായിരിക്കും. അതെന്റെ മുന്നത്തെ കളറാ. ഞാൻ ഫസ്റ്റ് ചെയ്തത് എന്റെ കളറേ വന്നിട്ടുള്ളൂ. വേറൊരു കളറും ഇല്ല ഇതില്. എനിക്കിത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ബാക്കി നമുക്ക് അവളുടെ റിസൾട്ട് നോക്കിയിട്ട് നോക്കാം. അവളുടെ റിസൾട്ട് നോക്കാം. ഇവർക്ക് ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട്. ഒരു പിമ്പിൾ പാച്ചസ് നമുക്ക് വാങ്ങണം. ബ്ലാക്ക് എന്ന് പറയാൻ മുന്നത്തെ കളർ മാറിയിട്ടുണ്ട്, ബ്ലാക്ക് ആയി. അപ്പൊ നമ്മൾ ബ്ലാക്ക് ഡേ കാണിച്ചു. മുന്നേ കളർ ഇത് പാടുണ്ടാവില്ലേ, അത് പോയാ? അത് ഞാൻ വെട്ടി കളഞ്ഞല്ലേ. പക്ഷെ നിനക്ക് ഇവിടെ കുറച്ച് കളർ വന്നിട്ടുണ്ട്. ലൈറ്റിൽ നോക്കുമ്പോ ഇവിടെ കളറുണ്ട് ഈ ഭാഗത്ത്. മറ്റേ കളറാണിത്. ആണോ? അത് റെഡായി ഇല്ലേ? അതെ, ഇത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ആണെന്നാവില്ല. ഞങ്ങൾ ചെയ്തതിന്റെ പ്രശ്നം തന്നെയായിരിക്കണം. ചിലപ്പോൾ മുടി ഒന്നും കൂടി ഉണങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമോ? ഇല്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ നല്ല പരാജയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ദാ അമ്മ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു. കട്ടൻ ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ലിയോ ബേബി അപർണ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കാറ് മുമ്പിലേക്ക് ആക്കാം, ബാക്കിലേക്ക് ആക്കാം. സ്റ്റിൽ സ്റ്റഡിങ്. യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിച്ചു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ്. ബൈ.